ഈ നിമിഷം ലഭിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവുകയാണ്. എറണാകുളം എത്തളയിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് വീട് അപകടാവസ്ഥയിൽ. തേവക്കൽ സ്വദേശി മാർട്ടിന്റെ വീടിനോട് ചേർന്നാണ് മണ്ണിടിഞ്ഞത്. സിജോ വർഗീസ് ഉണ്ട് വിവരങ്ങൾ നൽകാനായി. സിജോ, ഇത് എപ്പോഴാണ് ഈ സംഭവം ഉണ്ടാകുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഇന്നലെ അതിശക്തമായ മഴ ഈ പ്രദേശത്തുണ്ടായിരുന്നു. കനത്ത മഴയിലാണ് ഇത്തരത്തിൽ വീട് അപകടാവസ്ഥയിലായത്. വീടിനോട് ചേർന്ന് തന്നെ ആ ഭാഗത്ത് മണ്ണ് ഇടിഞ്ഞിരിക്കുകയാണ്. മുമ്പ് മണ്ണെടുത്ത് നീക്കിയ ഒരു പ്രദേശം തന്നെയാണ്. കുത്തനെ മണ്ണെടുത്തതിനെ തുടർന്ന് ആണ് ഈ വീണ്ടും മണ്ണിടിച്ചിൽ ഉണ്ടായത്. ഇന്നലെ 2 വട്ടം മണ്ണിടിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. തേവക്കൽ സ്വദേശി മാർട്ടിൻ്റെ വീട്, ആ വീടാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്നത്. ആ വീടിൻ്റെ ഫൗണ്ടേഷനോട് ചേർന്നുള്ള ഭാഗം, ആ ഭാഗത്ത് മണ്ണ് പൂർണ്ണമായും ഇടിഞ്ഞിരിക്കുന്നു. അതിനോട് ചേർന്നുള്ള ബീം അത് ഉൾപ്പെടെ അതെല്ലാം തന്നെ നിലം പൊത്തിയിരിക്കുന്നു. ഇതിനോട് ചേർന്ന് ഈ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യം ഇടിഞ്ഞത്. അതിനുശേഷം പിന്നീട് വീണ്ടും മണ്ണിടുകയും ചെയ്തു. ഈ സ്വകാര്യ വ്യക്തിയുടെ ഒരു സ്ഥലമാണ് ഇതിനോട് ഉള്ളത്. ആ ഭാഗത്ത് നിന്ന് മണ്ണ് നീക്കം ചെയ്തിരുന്നു. അതിനുശേഷമാണ് മോൾ ഭാഗത്തായി വീട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത്. ഈ ഭാഗത്ത് ഇതിനോട് ചേർന്ന് ഒട്ടനവധി വീടുകൾ അതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. 2 വട്ടം മണ്ണിടിഞ്ഞ് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. എന്തായാലും ഈ ഗ്രഹനാഥൻ മാർട്ടിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്? ഇന്നലെ വെളുപ്പിന് 5:30 ആദ്യമായിട്ട് സ്വരം കേട്ടിട്ട് ഞങ്ങൾ നോക്കിയപ്പോൾ കുറേ മണ്ണ് വലിയ കല്ലൊക്കെ ആയിട്ട് താഴെ കിടപ്പുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12 മണി കഴിഞ്ഞപ്പോൾ ആ ബീമുകളൊക്കെ വീണു. അതിനുശേഷം ഇന്നലെ രാത്രി കുറച്ച് മണ്ണുകളും കൂടി ഇടിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇടിച്ചിലുണ്ടായത്. പിന്നെ ഇപ്പോൾ താമസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. ആ ഭാഗത്ത് നമുക്ക് വരാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഫ്രണ്ടിൽ കുറച്ച് സ്ഥലമുള്ളതുകൊണ്ട് ഫ്രണ്ടിൽ മുറിയിലോട്ട് മാറിയിരിക്കണേണ്. ബാക്ക് സൈഡിൽ നിൽക്കണല്ലേ. ഇപ്പോഴും നിങ്ങൾ അവിടെ തന്നെയാണ് താമസിക്കുന്നത്? താമസിക്കുന്നത് അവിടെ തന്നെ. മാറാനുള്ള സൗകര്യം ഇപ്പം നമുക്ക് തൽക്കാലത്തേക്ക് ഇല്ല. അതുകൊണ്ടാണ് അവിടെ തന്നെ പിടിച്ചിരിക്കുന്നത്. എന്തൊരു സ്ഥലമുണ്ട് അത്? ഞങ്ങൾക്ക് 3.25 സെന്റ് സ്ഥലമുണ്ട്, വഴി ഉൾപ്പെടെ. ഇത് പഞ്ചായത്ത് അധികൃതർ ആരെങ്കിലും അറിയിക്കുകയല്ലോ ചെയ്തിട്ടുണ്ടായിരുന്നു? അജീഷ് മെമ്പർ വന്നിട്ടുണ്ടായിരുന്നു. വന്നിട്ട് വില്ലേജിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു. വില്ലേജിൽ നിന്ന് വിളിച്ചിട്ട് ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇന്ന് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അവർ. എന്തായാലും ഇക്കാര്യം അധികൃതർ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥലത്ത് കൂടുതൽ പരിശോധനകൾ നടത്തേണ്ടത് അനിവാര്യമാണ്. ജിയോളജി വകുപ്പ് അടക്കം സ്ഥലത്ത് പരിശോധന നടത്തും എന്നുള്ളൊരു സൂചനയാണ് നമുക്ക് നൽകുന്നത്. പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പ്രാഥമികമായിട്ടുള്ള വിവരങ്ങളൊക്കെ ശേഖരിച്ച് മടങ്ങിയിട്ടുണ്ട് എന്നാണ് മാർട്ടിൻ ചേട്ടൻ പറയുന്നത്. എന്തായാലും ഇത്തരത്തിൽ അപകടകരമായ ഒരു സാഹചര്യം, ഏതാണ്ട് 3.5 സെന്റ് സ്ഥലത്താണ് ഈ ഒരു വീട് നിൽക്കുന്നത്. മറ്റ് മാർഗ്ഗങ്ങളൊന്നുമില്ല, അവർക്ക് അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള സാഹചര്യവും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ തന്നെ മുൻഭാഗത്തെ മുറികളിൽ അവർ തൽക്കാലം കഴിയുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. എന്തായാലും ഈ ആളുകളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമുണ്ട്. നിലവിൽ ഈ വീണ്ടും മണ്ണിടിയാനുള്ള ഒരു സാധ്യത ഇപ്പോൾ കാണുന്നുണ്ട്. കനത്ത മഴ, വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ, ഇപ്പോഴും മേഘാവൃതമായ ഒരു അന്തരീക്ഷമാണ് ഈ ഭാഗത്തുള്ളത്. വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ അതിൻ്റെ അടിവശത്ത് നിന്ന് കൂടുതൽ മണ്ണ് ഇളകി താഴേക്ക് പതിക്കാനുള്ള ഒരു സാഹചര്യം കൂടി കാണുന്നുണ്ട്. അങ്ങനെ വന്നാൽ കൂടുതൽ അപകടങ്ങളിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ പറയാനാവുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ട് അധികൃതരുടെ ഭാഗത്തു നിന്ന് കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും മഴ ഇപ്പോൾ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. മഴ പെയ്താൽ സ്ഥിതി കൂടുതൽ രൂക്ഷമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഇതിന് സമീപത്തായി തന്നെ വീണ്ടും മറ്റു പല ഇടങ്ങളിലും ഇത്തരത്തിൽ മണ്ണിടിച്ചിൽ മുമ്പും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇങ്ങനെ അശാസ്ത്രീയമായ രീതിയിൽ മണ്ണെടുപ്പ് നടത്തിയതാണ് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കിയത് എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്നും ഇവിടുത്തെ ആളുകൾ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജി.